മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കോട്ടയം പാലാ നഗരസഭയിലെ UDF ഭരണം പ്രതിസന്ധിയിൽ. നിർണായക ഫയലും വാച്ചും പോലീസിനോടൊപ്പം എത്തി കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് മോഷ്ടിച്ചെന്നാരോപിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം പോലീസിൽ പരാതി നൽകി. നിർണായക ഫയലാണ് മോഷണം പോയതെന്ന് ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും ഞാൻ വെച്ചിട്ട് പോകുന്നൊരു ഫയലാണ്. അപ്പോൾ ഒരു ഫയൽ നഷ്ടപ്പെട്ടിരുന്നു. അതിനകത്ത് എൻ്റെ ഒരു വാച്ചും ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് വാച്ചെടുക്കാൻ വേണ്ടി എടുത്തായിരിക്കില്ല ആ ഫയൽ. പക്ഷേ എനിക്ക് ആ ഫയലാണ് വേണ്ടത്. എൻ്റെ ഭരണത്തിൽ പിഴവ് വരുത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ ആ ഫയൽ തിരിച്ച് കിട്ടണം എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. തുടക്കം മുതൽ ഭരണസമിതിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചയാളാണ് ബിജു മാത്യൂസ് എന്ന് ബിനു പുളിക്കക്കണ്ടവും ആരോപിച്ചു. വലിയ സമ്മർദ്ദമുണ്ടാക്കി ഞങ്ങളെയെല്ലാം മുൾമുനയിൽ നിർത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ 6 മാസങ്ങൾക്ക് മുമ്പ് ഈ ഭരണസമിതി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ആരോപണങ്ങളുമായി മുമ്പോട്ട് വന്നൊരു വ്യക്തി 6 മാസത്തിന് ഉള്ളിൽ ചെയ്ത പ്രവൃത്തികൾ എല്ലാവരും ഒന്ന് പരിശോധിക്കണം. കൗൺസിലിനകത്തും പുറത്തും ഒരു വ്യക്തിക്ക് വേണ്ടി കോൺഗ്രസ് വളരെയധികം സഹിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും സഹിച്ചിട്ടുണ്ട്. അത് ഓരോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ അറിയാവുന്നൊരു കാര്യമാണ്. ബിനു പുളിക്കക്കണ്ടത്തിനെതിരായ പഴയ എയർപോർട്ട് മോഷണ പരാതി ഓർമ്മിപ്പിച്ചായിരുന്നു ചെയർപേഴ്സൺ ബിജു മാത്യൂസിന്റെ മറുപടി. ജീവനക്കാരനാണ് ഈ റൂം ഏതാണെന്ന് പോലീസ് ചോദിക്കുമ്പോൾ തുറന്നു കൊടുക്കുന്നു. പോലീസുകാർക്കൊപ്പം കയറുന്നു, പോലീസുകാർക്കൊപ്പം തിരിച്ചിറങ്ങുന്നു. എൻ്റെ കാഴ്ചയിൽ ഞാനോ പോലീസുകാരോ അവിടെ ഇരുന്ന നഗരസഭാ ജീവനക്കാരനോ അവിടെ നിന്ന് ഒരു സാധനവും മോഷ്ടിച്ചതായിട്ട് അറിയില്ല. അതിന് തൊട്ട് ശേഷം ഞാൻ താഴോട്ട് ഇറങ്ങുമ്പം ദിയ ബിനു പുളിക്കക്കണ്ടവും ബിജു പുളിക്കക്കണ്ടവും, അതായത് ചെയർപേഴ്സണും ആ മുറിയിലേക്ക് ഓടി കയറുന്നത് കണ്ടു. എന്തോ സാധനം, അവർക്ക് എന്തോ കാര്യം അവിടെ എന്തോ അവർക്ക് മാറ്റാനുണ്ടായിരുന്നിരിക്കാം, എന്തോ സാഹചര്യമുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്ത്, പാലായിലെ ചരിത്ര സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണോ? എന്താണ് ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളുടെ തുടർ ചലനങ്ങൾ? വിശദാംശങ്ങൾ. അജിത്ത്, പാലായെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും വലിയ രാഷ്ട്രീയ പോരാട്ടമൊക്കെ നടക്കുകയും വാക്പോരൊക്കെ നടക്കുകയും ചെയ്തതാണ്. അത്തരത്തിൽ വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണോ? എന്താണ് ഈ സംഭവങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? പാലാ നഗരസഭയിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബിനു പുളിക്കക്കണ്ടവും അതോടൊപ്പം തന്നെ ദിയ പുളിക്കക്കണ്ടവുമാണ് ബിജു മാത്യൂസിനെതിരെ ഈ ആരോപണം ശക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ഫയലും അതോടൊപ്പം തന്നെ വില കൂടിയ വാച്ചും മോഷണം പോയെന്നും അതിൽ ബിജു മാത്യൂസിനെയാണ് സംശയിക്കുന്നതെന്നൊക്കെയാണുള്ള ആരോപണങ്ങളുള്ളത്. പാലാ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. അജിത്തുണ്ട് അവിടുത്തെ വിശദാംശങ്ങളുമായി. അജിത്ത്, എന്താണ് ഇപ്പോൾ ഈ വിവാദത്തിൻ്റെ ഏറ്റവും പുതിയ അവസ്ഥ? ഗൗതം, ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ടത് UDFന്റെ ഭരണം പ്രതിസന്ധിയിലാകുമെന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ബാക്കിയാകുന്നത്. കാരണം പാലാ നഗരസഭയെ സംബന്ധിച്ച് ഈ സ്വതന്ത്രരായ 4 പേരുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് UDFന്റെ ഭരണം വന്നത്. ആ ഭരണത്തിന്റെ ശേഷം ഇന്ന് ബിജു മാത്യൂസിന്റെ പ്രതികരണത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്ക് ഇങ്ങനെയാണ്: പാലായിൽ വികസനം എത്തുന്നില്ല എന്നുള്ളതാണ്. വികസനമില്ല എന്ന് UDF കോൺഗ്രസിന്റെ തന്നെ ഒരു കൗൺസിലർ പറയുമ്പോൾ സ്വാഭാവികമായും അത് ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറയുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. മാത്രമല്ല, പഴയ 2024 എയർപോർട്ട് മോഷണ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉൾപ്പെടെ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ബിനു പുളിക്കക്കണ്ടത്തിനും ദിയ പുളിക്കക്കണ്ടത്തിനും ബിജു മാത്യൂസ് മറുപടി നൽകിയത്. ഏതാണെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണ കൂടി തനിക്കുണ്ടെന്ന് കൂടി പറയുമ്പോൾ ഇനി എന്താകും പാലായിലെ ഭരണമെന്നാണ് കണ്ടറിയേണ്ടത്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി യോഗത്തിൽ ഉണ്ടായ തർക്കമാണ് പിന്നീട് 2 വിഭാഗവും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി രംഗത്തെത്തുന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ മാറിയത്. ആദ്യം ബിജു മാത്യൂസ് ആയിരുന്നു ബിനു പുളിക്കക്കണ്ടം തന്നെ കയ്യേറ്റം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെയാണ് ഇപ്പോൾ ദിയ പുളിക്കക്കണ്ടം തന്റെ വാച്ചും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഫയലും മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ പാലയെ സംബന്ധിച്ച് ഈ മോഷണ വിഷയം ആദ്യത്തേതല്ല. അന്നും ബിനു പുളിക്കക്കണ്ടത്തിന്റെ പേരുണ്ടായിരുന്നു, ഇന്നും അത് ആവർത്തിക്കപ്പെടുന്നു. ഏതാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാലായിലെ UDFന്റെ ഭരണം എങ്ങനെയാകും എന്ന് കണ്ടറിയേണ്ടതാണ്. ഇതിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഭരണ പ്രതിസന്ധിയാണ് പാലായിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും വലിയ ചർച്ചകൾക്കടക്കം വഴിവെച്ചിട്ടുമുണ്ട്. രാജ്യത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലാ നഗരസഭ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ ഭരണപക്ഷത്തു നിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തു നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്.